ഇന്നത്തെ ദിവസം ഈ ചതിയുടെ കാര്യം ഞാൻ അറിഞ്ഞില്ല. ചതിയാണെങ്കിലും അതെന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സുഖം. രാവിലെ എണീറ്റ് കുളിച്ച് എനിക്ക് 2 മുട്ടയൊക്കെ തന്നു പോയില്ലു. അത് രാവിലെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ കുളിച്ച് അവരോട് കാറിൽ കയറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചെന്തോന്ന് വല്ല കല്യാണത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോകണായിരിക്കും. രാവിലെ നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ മൊയിലുവിൻ്റെ അടുത്ത് കേട്ടു, മൊയിലു ഇത് എവിടെയാണ് പോണത്? അപ്പൊ മൊയിലു പറഞ്ഞ ആശുപത്രിയിലാണെന്ന്. അപ്പൊ ഞാൻ മൊയിലുവിനോട് കേട്ടു, മൊയിലുവിന് എന്ത് പനിയാണോ? പനിയാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ വണ്ടി ഓടിച്ചോളാം. അങ്ങനെ ഞാനും മൊയിലുവൊക്കെ ആശുപത്രിയിൽ എത്തിയിട്ടാം. ആശുപത്രിയിൽ എത്തിയപ്പോൾ മൊയിലു എന്നെ എടുത്തും കൊണ്ട് നേരെ അങ്ങോട്ട് നടന്നു. അപ്പൊ രാവിലെ ആയതാണെന്ന് തോന്നുന്നു, ഇവിടെ ആള് കുറവായിരുന്നു. അപ്പോഴും ഞാൻ മൊയിലുവിനോട് ചോദിക്കാൻ, എന്താണോ മൊയിലു എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്? ഇപ്പൊ എന്നെ കാണിക്കാനാണോ എന്നെ മൊയിലുവിനെ കാണിക്കണം? മൊയിലുവിന് പനിയാണെങ്കിൽ മൊയിലു കാണിച്ചാൽ പോരെ, എന്നെ അടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെ അവിടെ ഇരുന്നവരടുത്ത് എന്തൊക്കെയോ മൊയിലു കാര്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പൊട്ടണ കണക്ക് അങ്ങനെ ഇരുന്നു. ഇവരെന്താണ് പറയണമെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. എന്നെ കുറെ നേരം കഴിഞ്ഞപ്പോൾ തറയിൽ ഇറക്കി. തറയിൽ ഇറക്കിയിട്ട് എന്തോ ഒരു പേപ്പറിൽ എന്തോ എഴുതി കൊടുത്തു. അതും മാഞ്ഞ നേരെ മൊയില് പോണാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മൊയില് വന്ന് കയ്യിൽ എന്തൊക്കെ പേപ്പറോ എന്തോ കുറെ സാധനം ആക്ഷൻ കാണിക്കുന്നുണ്ട് മൊയില്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ മണപ്പിച്ച് തന്നെ നിന്ന്. ഇതെന്താണെന്ന് മൊയിലു, ആ ചേച്ചി ഒരു കയ്യിലൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, പേനയാണോ അത്? എന്തെങ്കിലും എഴുതി തരാൻ തന്നെയായിരിക്കും, മൊയിലിനുള്ള മരുന്നായിരിക്കും ചിലപ്പോൾ. ഞാൻ ഇതൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. കാര്യം ഇവർ എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ എന്നെ ഇഞ്ചക്ഷൻ എടുത്തു. എനിക്കെന്നെ നല്ല വേദനിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല വേദന എടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് തടവിയൊക്കെ തന്ന മൊയില് പാവം കേട്ടോ. മൊയിലിന് മനസ്സിലായി എനിക്ക് നല്ല നൊന്തെന്നുള്ള കാര്യം. അങ്ങനെ എന്നെ നല്ലപോലെ തടവി തന്നു. ആ തടവിലാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വേദനയൊക്കെ മറന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലപോലെ ഉഷാറായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വന്നാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എന്നെ ഇഞ്ചക്ഷൻ വെക്കണം. അപ്പോഴും ഞാൻ മൊയിലുവിനോട് പറഞ്ഞു, മൊയിലു ഇന്നെ എന്നെ ഇഞ്ചക്ഷൻ വെച്ചില്ലേ എന്ന്. അപ്പൊ മൊയിലു പറഞ്ഞു, ഇത് ഇഞ്ചക്ഷൻ അല്ല, ആ ഇഞ്ചക്ഷൻ എടുത്ത ഭാഗം തടവി തന്നാണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ വേദന എടുത്താൽ എന്താ, എന്റെ ശരീരത്തെ അസുഖമൊന്നും വരാതിരിക്കാനല്ലേ ഇഞ്ചക്ഷൻ എടുത്തത്. അപ്പോൾ ഇതിലാണ് കേട്ടോ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നത്. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ഞാൻ തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. വരുന്ന വഴിക്ക് ഞാൻ മൊയിലു അമ്മയുടെ അടുത്ത് പറഞ്ഞു, മൊയിലു അമ്മേ ഇനി എന്നെ കൊണ്ടുപോയി ഇതേപോലെ ഒന്ന് സൂചിയൊന്നും വെച്ചളയല്ലേ, എനിക്കത് നല്ല വേദനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ. ഓക്കെ.